നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കും. വിമാനത്താവളത്തിൽ എത്തിയാൽ പിടികൂടാനാണ് ലുക്കൌട്ട് സർക്കുലർ. സനൽകുമാർ ശശിധരനെതിരെ നടപടിക്ക് കോൺസുലേറ്റിനെയും പോലീസ് സമീപിക്കും. സനൽകുമാർ ശശിധരൻ അമേരിക്കയിലാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കൂടുതൽ വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, നേരത്തെയും സനൽകുമാർ ശശിധരനെതിരെ പോലീസ് നടപടിയും കേസുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇതാഇപ്പോൾ രണ്ടാമത്തെ കേസ് കൂടി അദ്ദേഹത്തിനെതിരെ വരികയാണ്. എന്താണ് ലുക്കൌട്ട് സർക്കുലറിലൂടെ പോലീസിന്റെ അടുത്ത നീക്കം? സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിലാണ് സനൽകുമാർ ശശിധരനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സനൽകുമാർ ശശിധരൻ ഇപ്പോൾ വിദേശത്താണെന്നാണ് വ്യക്തമായിരിക്കുന്നത്. അമേരിക്കയിലാണെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ്. അതുകൊണ്ട് തന്നെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കാനാണ് തീരുമാനം. അതായത് വിമാനത്താവളങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇറക്കും. തുടർന്ന് വിമാനത്താവളത്തിലെത്തിയാൽ പിടികൂടാനാണ് നീക്കം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപും ഇത്തരത്തിൽ പരാതി ലഭിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ സനൽകുമാറിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു കോടതി. തുടർന്നാണ് വീണ്ടും ഇത്തരത്തിലുള്ള ചില കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ ഈ സനൽകുമാർ ശശിധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം സമൂഹ മാധ്യമങ്ങളിൽ നടിയെ ടാഗ് ചെയ്തുകൊണ്ട് ചില പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ നടിയുടെ എന്ന പേരിലുള്ള ചില ശബ്ദ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. തുടർന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ കോൺസുലേറ്റിനെ ബന്ധപ്പെടാനുള്ള നീക്കമടക്കം പോലീസ് സ്വീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സനൽ വിദേശത്തായതുകൊണ്ട് തന്നെ നേരത്തെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന ഒരു ആരോപണത്തിലാണ്, ഒരു പരാതിയിലാണ് സനൽകുമാറിന്റെ ഇത്തരം നീക്കങ്ങൾ മുമ്പും സനൽകുമാർ ശശിധരനെതിരെ ഉണ്ടാവുകയും അതനുസരിച്ചിട്ടാണ് പോലീസിന്റെ നടപടി വരികയും ചെയ്തത്. ഇപ്പോൾ പോലീസ് കമ്മീഷണർ ഈ സംഭവം സംബന്ധിച്ചുള്ള പ്രതികരണം. വിദേശത്താണെങ്കിൽ നമ്മൾ അവർക്ക് നിയമവഴികളിലൂടെ അവരെ നമ്മൾ ബന്ധപ്പെടുകയും മറ്റ് ആവശ്യമുള്ള നടപടികൾ എടുക്കുകയും ചെയ്യാം. പോസ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ട് സാർ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും അത് നടപടി എടുക്കാം. ഇപ്പോൾ ഡിഫമേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി പറയാം. അപ്പോൾ അതുപോലെ തന്നെ വിക്ടിമുക്ക് കൂടെ ഫേസ്ബുക്കിനെ അവർ അപേക്ഷിക്കാം. ഇങ്ങനെയാണ് ഇത് ഡിഫമേറ്ററി ആയിട്ടുള്ള ഒരു കമൻറ്റാണ്, പോസ്റ്റാണ് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് അതിൻ്റെ മേലിൽ കൂടെ ആക്ഷൻ എടുക്കും.